കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായൈ നമഃ. നമ്മൾ 50 ആണല്ലോ ചെയ്തത് അല്ലേ? അപ്പോൾ അതിൽ വൈഷ്ണവി ദേവിയുടെ ചക്രം കൊണ്ട് ഈ രക്തബീജൻ്റെ മേലൊക്കെ മുറി ആയിട്ട് രക്തം ഒഴുകിയപ്പോൾ അതിന്ന് ആയിരക്കണക്കിൽ രക്തബീജന്മാരുണ്ടായി. ഇനി കൗമാരിയുടെ പറയുന്നുണ്ട് കേട്ടോ, അതായത് ശക്തി വേരുപയോഗിച്ചിട്ട് സുബ്രഹ്മണ്യസ്വാമി എന്ന് വന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ ശക്തിയുള്ള ദേവിയുടെ അതാണ് 51. സോറി, 51 വായിക്കാം. ശക്ത്യാ ജഘാന കൗമാരി വാരാഹി ച തഥാസിന മാഹേശ്വരി ത്രിശൂലേന രക്തമീ ബീജമദാടയത്. കൗമാരി ശക്ത്യ ജഘാന, അതായത് കൗമാരി എന്നുള്ള ദേവി രക്തബീജൻ്റെ മേലെ ആയുധമായിട്ടുള്ള വേലുകൊണ്ട് അടിച്ചു. വാരാഹി ച തഥ, വാരാഹി ദേവിയും എന്താ ചെയ്ത് അവനെ എന്തുകൊണ്ട് അസിന വാളുകൊണ്ട് അതാടയത്. അതായത് കൗമാരി എന്ന ദേവി വേൽ കൊണ്ടും വാരാഹി എന്ന ദേവി വാളുകൊണ്ടും രക്തബീജനെ വെട്ടി. മാഹേശ്വരി ശിവൻ്റെ ശക്തി കൊണ്ടുണ്ടായതാണല്ലോ. മാഹേശ്വരി എന്താ ത്രിശൂലേന രക്തബീജം അതാടയത്. മാഹേശ്വരി ശിവൻ്റെ ആയുധം തന്നെയാണ്. അപ്പോൾ ത്രിശൂലം കൊണ്ട് രക്തബീജനെ കുത്തി. ഈ 51 വായിച്ച് 52 പോവാം. ശക്ത്യാജഖാന കൗമാരി വാരാഹി ച തഥാസിന, അസി പറഞ്ഞ വാളാണ്. മാഹേശ്വരി ത്രിശൂലേന രക്തബീജമദാടയത്. ഇനി 52. സചാപി ഗദയാ ദൈത്യ സർവാ ഏവാഹനത് പൃഥക് മാതൃ കോപസമാവിഷ്ടോ രക്തബീജോ മഹാസുര. സ ദൈത്യ, ആ അസുരനും മഹാസുര രക്തബീജ, അതായത് ആ അസുരനും എന്താണ് വലിയൊരു അസുരന്മാരുടെ ദേവന്മാരുടെ ശത്രുവും ആയിട്ടുള്ള ആ രക്തബീജൻ സ ദൈത്യ മഹാസുര രക്തബീജ, അത്ര മഹാസുരനാണ്, അത്ര ശക്തി ഉണ്ട് കേട്ടോ. ആ രക്തബീജനാകട്ടെ എന്താ ദേഷ്യം വന്നു, എല്ലാവരും ഉപദ്രവിക്കുകയാണല്ലോ, എല്ലാ ദേവിമാരും അല്ലേ. എല്ലാ ദേവിമാരും അവരവരുടെ ആയുധങ്ങളെ കൊണ്ട് അതികഠിനമായിട്ട് മർദ്ദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ രക്തബീജൻ ച അഭി കോപസമാവിഷ്ട, ഭയങ്കര കോപാവിഷ്ടനായിട്ട് സർവാഹ മാതൃഹ് ഏവ, ഈ അമ്മ ചണ്ഡിക അല്ലെങ്കിൽ ഭഗവതിയുടെ എല്ലാ സൈന്യത്തിനെയും എന്തുകൊണ്ട് ഗദയാ പൃഥക് അഹനത്ത്, ഗദ കൊണ്ട് ഓരോരുത്തരെയും അടിച്ചു എന്ന്. അത്ര രക്തബീജന്മാരുണ്ടായില്ലോ. അപ്പോൾ ദേവിയുടെ ഭാഗത്തുള്ള ഓരോ സൈന്യത്തിലത്തെ ഓരോ ആ സൈന്യത്തിലത്തെ ഓരോ പടയാളികളെയും ഗദ കൊണ്ട് എല്ലാവരെയും വേറെ വേറെ അടിക്കാൻ തക്കവണ്ണം അത്ര രക്തബീജന്മാരുണ്ടായി. അതായത് ഇങ്ങനെ എല്ലാ ദേവിമാരും അടി കൊണ്ടപ്പോൾ ദേഷ്യം വന്നിട്ട് ഒന്നാമത് ചോര വന്നപ്പോൾ അനവധി രക്തബീജന്മാരുണ്ടായി. അപ്പോൾ ആ രക്തബീജന്മാരെല്ലാം ഭയങ്കര ദേഷ്യത്തോടു കൂടിയിട്ട് ദേവിയുടെ സേനയിലുള്ള ഓരോ പടയാളികളെയും വേറെ വേറെ അടിക്കാൻ തുടങ്ങി ഗദോണ്ട്. സചാപി ഗദയാ ദൈത്യ സർവാ ഏവാഹനത് പൃഥക്, എല്ലാവരെയും വേറെ വേറെ അടിച്ചു. മാതൃ കോപസമാവിഷ്ടോ രക്തബീജോ മഹാസുര, മാതൃഗണത്തിലത്തെ എല്ലാ പടയാളികളെ അടിച്ചു വേറെ വേറെ. 53. തസ്യാഹ തസ്യ ബഹുധാ
ശക്തിശൂലാധിഭിർഭുവി പപാതയോ വൈ രക്തൗഖസ്തേന സഞ്ചതശോസുരാഹ. ശക്തിശൂലാദിഭിഹി, അതായത് വേല്, നമ്മൾ പറഞ്ഞല്ലോ ശക്തി എന്ന് പറഞ്ഞാൽ ഈ കൗമാരി ഉപയോഗിച്ച വേല്, മാഹേശ്വരിയുടെ ശൂലം മുതലായ ആയുധങ്ങൾ കൊണ്ട്, ആദിഭിഹി പറഞ്ഞു അല്ലേ. അങ്ങനത്തെ വേല് ശൂലം മുതലായ ആയുധങ്ങൾ കൊണ്ട് ബഹുധ ആഹതസ്യ, പലതരത്തിലും അടിക്കപ്പെട്ട അല്ലെങ്കിൽ മർദ്ദിക്കപ്പെട്ട, തസ്യ ഭുവിയഃ വൈ രക്തൗഖ പപാത, ഇങ്ങനെ ദേവിയുടെ പലതരത്തിലുള്ള ആയുധങ്ങളാൽ അടിക്കപ്പെട്ട അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ മർദ്ദിക്കപ്പെട്ട രക്തബീജൻ്റെ ദേഹത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഭുവിയഃ വൈ രക്തൗഖ പവത, ഒരുപാട് ചോര ഒഴുകി നടന്നു. തേന ശതശഃ അസുരാഹ ആസൻ. അപ്പം എന്താ ബുദ്ധിമുട്ട് വെച്ചാൽ ഓരോ ചോരത്തുള്ളിൽ നിന്നും അത്ര രക്തബീജന്മാരുണ്ടാവുകയും ചെയ്തു. അതാണ് എത്ര എല്ലാ ദേവിമാരും കൂടി കൊല്ലാൻ നോക്കുകയാണ്. പക്ഷെ ഓരോ ദേവിമാരടിക്കുമ്പോഴും ചോര ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ അത്രയും രക്തബീജന്മാർ വന്നിട്ട് അവിടെ മുഴുവൻ നിറഞ്ഞു രക്തബീജന്മാരെ കൊണ്ട്. അപ്പം ശരിക്കും മാതൃഗണത്തിലത്തെ എന്താണ് ദേവിയുടെ സൈന്യത്തിലത്തെ പടയാളികൾക്കൊക്കെ പേടി തുടങ്ങിയില്ല. അത്ര ഈ രക്തബീജന്മാരെ കൊണ്ട് നിറഞ്ഞു ആ യുദ്ധക്കളം. അസുരന്മാരെ ഭാഗത്ത് മാത്രമല്ല, ദേവിയുടെ ഭാഗത്തുള്ള എന്താണ് പടയാളികളെയൊക്കെ കൊന്ന് അവിടെയും രക്തബീജന്മാർ നിറയാൻ തുടങ്ങി. കാരണം അത്ര ചോര പോയിട്ടുണ്ട് ഓരോ ദേവിമാർ ആക്രമിച്ചപ്പോഴേ. അപ്പം ഓരോ ചോര തുള്ളിയായിട്ട് എടുക്കുമ്പോൾ എത്ര ഉണ്ടാവും, ലക്ഷക്കണക്കിൽ അല്ലേ. തസ്യാഹതസ്യ ബഹുധാ ശക്തിശൂലാദിഭിർഭുവി പപാതയോ വൈ രക്തൗഖസ്തേന സശ്ചതസോസുരാഹ. അതാണ് തേന ശതശഃ അസുരാഹ ആസൻ. അതാണ് ശതശോ എന്ന് പറഞ്ഞാൽ ശതശം എന്നുള്ളത് ഒന്നിച്ച് പറഞ്ഞപ്പോഴാണ് അങ്ങനെ ശതശോ എന്നായത് കേട്ടോ. അപ്പോൾ നൂറുകണക്കിന് തേന ശതശഃ അസുരാഹ ആസൻ, ആ ചോരയിൽ നിന്നൊക്കെ നൂറുകണക്കിന് അസുരന്മാർ വന്നു പറഞ്ഞാൽ അവിടെ മുഴുവൻ രക്തബീജന്മാരായി. ഇനിയോ തൈശ്ചാസുരാസൃക് സംഭൂതൈരസുരൈ സകലം ജഗത് വ്യാപ്തമാസി തതോ ദേവാ ഭയമാജഗ്മുരുത്തമം. ഇനി എന്താ പറയണറിയോ? അസുരാസൃക് സംഭൂതൈഹി, ആ രക്തബീജാസുരൻ്റെ ചോരയിൽ നിന്ന് ഉണ്ടായ ആ അസുര സംഭൂതൈ, ആ രക്തത്തിൽ നിന്ന് ഒഴുകി പറഞ്ഞില്ല, ആ രക്തത്തിൽ നിന്ന് ഉണ്ടായ, സംഭൂതൈ പറഞ്ഞാൽ ആ രക്തത്തിൽ നിന്നുണ്ടായ, തൈഹി അസുരൈ, ആ അസുരന്മാരെ കൊണ്ട് സകലം ജഗത് ച വ്യാപ്തം ആസീത്, ഈ ലോകം മുഴുവനും ഇങ്ങോട്ട് നിറഞ്ഞടങ്ങി. ആ രക്തബീജന്മാരെ, രക്തത്തിൽ നിന്ന് പൊന്തി വന്ന രക്തബീജന്മാരെ കൊണ്ട് ലോകം മുഴുവനും ഇങ്ങോട്ട് നിറഞ്ഞു. നമുക്ക് ആലോചിച്ചറിയാം അല്ലേ, എത്ര രക്തത്തുള്ളികളുണ്ടാവും. അതിൽ നിന്നൊക്കെ ഓരോ രക്തബീജന്മാരെ ജഗത് ച വ്യാപ്തമാസിൻ, ജഗത്ത് മുഴുവൻ വ്യാപിച്ചു നിറഞ്ഞു എന്ന്. തതഃ ദേവാഹ ഉത്തമം ഭയം ആജഗ്മു. ഇത് കണ്ടിട്ട് ദേവന്മാർക്ക് പേടിയായി. കാരണം ദേവിയുടെ സൈന്യം തോൽക്കുമെന്നൊക്കെ ഈ പേടി. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, പക്ഷേ ദേവന്മാർക്ക് അത് അങ്ങനെ നമുക്ക് കാണുമ്പോൾ പേടിയാവുമല്ലോ. അപ്പോൾ ദേവന്മാരൊക്കെ പേടിച്ചു വിറച്ചു. എന്താ ദേവ ഉത്തമം ഭയം ആജഗ്മു, ദേവന്മാർക്കൊക്കെ വല്ലാത്ത പേടിയായി. ഈ രക്തബീജൻ ദേവിയും തോൽപ്പിച്ചാൽ പിന്നെ നമുക്ക് ഒരിക്കലും സ്വർഗം കിട്ടില്ലല്ലോ, പിന്നെ നമ്മളൊക്കെ കൊല്ലും. അതാണ് ദേവന്മാരുടെ പേടി. ദേവന്മാരൊക്കെ പേടിച്ച് വിറച്ചു. ഈ രക്തബീജന്മാരെ കൊണ്ട് ജഗത്ത് നിറഞ്ഞപ്പോൾ ദേവന്മാർ പേടിച്ചു വിറച്ചു എന്നാണ്. തൈശ്ചാസുരാസൃക് സംഭൂതൈരസുരൈ സകലം ജഗത് വ്യാപ്തമാസി തതോ ദേവ ഭയമാജഗ്മുരുത്തമം. അത്ര പേടിയായി ദേവന്മാർക്ക്. അപ്പോഴോ തതോ ബഭാഷിരേന്യോന്യം ദിവ്യവിമാനഗാഹ ന ചേദൃശ സംബഭൂവ ഭവിതാ വാ മഹാസുര ന സാമ്പ്രതം വാ ജഗതി രക്തബീജ മൃതേസുരം. തതഃ ദിവി, അതിനുശേഷം ആകാശത്തിൽ
ദിവ്യവിമാനഗാഹ. ഈ ആകാശത്തിൽ എന്താണ് അവർ യുദ്ധം കണ്ടുകൊണ്ട് ആകാശത്തിൽ നിൽക്കുകയാണ് ദേവന്മാരെ. അവർ അന്യോന്യം ഏവം ബഭാഷിരെ, അവർ തമ്മിൽ ഈ ദേവിയുടെയും ഈ എന്താണ് രക്തബീജൻ്റെയും തമ്മിലുള്ള യുദ്ധം കണ്ടുകൊണ്ട് നിൽക്കണ ദേവന്മാരാണ് പേടിച്ചു പറഞ്ഞത് കണ്ടപ്പോഴേ. അപ്പം അവർ അന്യോന്യം തമ്മിൽ അവർ ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞ? അന്യോന്യം ഏവം ബഭാഷിരെ, അവർ തമ്മിൽ ദേവന്മാർ ആകാശത്ത് ഈ യുദ്ധം നോക്കി നിൽക്കണ വെച്ചാൽ അവർക്ക് എങ്ങനെയെങ്കിലും വേഗം അസുരന്മാരെ കൊല്ലണം എന്നാണല്ലോ, സുംഭനെ അടക്കം. അപ്പം അത് നോക്കി നിൽക്കുകയാണ് എപ്പോഴാണ് എല്ലാവരും ചാവുക എന്ന്. ആ സമയത്താണ് ഇങ്ങനെ കണ്ടത്. അപ്പോൾ പിന്നെ പേടിയായി അവർക്ക്. അപ്പം അവർ അന്യോന്യം ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഏവം ബഭാഷിരെ, ഇപ്രകാരം പറഞ്ഞു. എന്താ? ച ഈദൃശഃ മഹാസുരഃ സംബഭൂവ. ഇതിന് മുമ്പ് ഇങ്ങനത്തെ ഒരസുരൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവില്ല എന്നാണ് പറയണത്. ഭവിതാവാന്ന, ഇനി ഉണ്ടാവില്ല. രക്തബീജനെ പോലൊരസുരൻ ഇതുവരെ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. ഇനി ഭൂമിയിലോ അല്ലെങ്കിൽ ഏത് ലോകത്തിലും ത്രിലോകങ്ങളിലും ഇതുപോലെ രക്തബീജനെ പോലെ അസുരൻ ഒരിക്കലും ജന്മെടുത്തിട്ടില്ല. ഇനി മേലാല ഭാവിയിൽ ഇതുപോലൊരു അസുരൻ ജന്മെടുക്കുന്നെന്ന് തോന്നുന്നില്ല. ഭവിതാവാ ന വെച്ചാൽ ഭാവിയിലും ഉണ്ടാവില്ല. രക്തബീജം അസുരം ഹൃദേ ജഗതി സാമ്പ്രതം വാമ. രക്തബീജാസുരൻ എന്ന ഇവനെ, ഈ ഒരൊറ്റ അസുരനൊഴിച്ച് ഇന്നിപ്പോൾ ലോകത്തിൽ വേറൊരാളും ഇല്ല തോന്നും. കാരണം ജഗത്ത് മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരാൾ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കുന്നെന്ന് തോന്നില്ല. പക്ഷെ തൽക്കാലം ഇപ്പോൾ ഇന്ന് ഈ ലോകത്തിൽ രക്തബീജമല്ലാണ്ടൊരു അസുരൻ തന്നെ ഇല്ല. അസുരന്മാരാൽ, രക്തബീജാസുരന്മാരാൽ നിറഞ്ഞിരിക്കുകയാണ് ലോകം എന്ന് അവർ തമ്മിൽ പറയാണ് കേട്ടോ. തതോപഭാഷിരേന്യോന്യം ദിവ്യവിമാനഗാഹ ന ചേദൃശ സംബഭൂവ ഭവിതാവാ മഹാസുര ന സാമ്പ്രതം വാ ജഗതി രക്തബീജമൃതേസുരം. താൻ വിഷണ്ണന്മാരായി അവർ ഭയങ്കര ദുഃഖമായി. അവർക്ക് ഇവരെ തോൽപ്പിക്കാൻ പറ്റില്ല. താൻ വിഷണ്ണാൻ സുരാൻ ദൃഷ്ട്വാ ചണ്ഡികോപേത്യ സത്വരം ഉവാച കാളീം ചാമുണ്ടേ വിസ്തീർണം വദനം കുരു. ദേവിക്ക് പറ്റാത്ത ഒന്നുമില്ലല്ലോ. താൻ സുരാൻ വിഷണ്ണാൻ ദൃഷ്ട്വ, ഈ എന്താണ് ദേവന്മാരെ വിഷണ്ണന്മാരായി കണ്ടിട്ട് ചണ്ഡികാദേവി സത്വരം കാളീം ഉപേത്യ ഉവാച. ഇങ്ങനെ ഈ ദേവന്മാരുടെ ദുഃഖവും ഉത്സാഹമില്ലായ്മയും വിഷണ്ണതയും കണ്ടിട്ട് ചണ്ഡികാദേവി വേഗം ഭദ്രകാളിയുടെ അടുത്ത് ചെന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. ഈ സത്വരം വേഗം കാളീം ഉപേത്യ, നമ്മളെന്താ കാളിയുടെ അടുത്ത് ചെന്നിട്ട് ഉവാച ഇങ്ങനെ പറഞ്ഞു. അതായത് ദേവന്മാരുടെ ദുഃഖവും വിഷണ്ണതയും കണ്ടപ്പോൾ ചണ്ഡികാദേവി വേഗം കാളിയുടെ അടുത്ത് ചെന്നിക്കും വേഗം പോയിട്ട് കാളിയോട് പറഞ്ഞു. എന്താ പറഞ്ഞ? ഇങ്ങനെ പറഞ്ഞു. ചാമുണ്ടേ വദനം വിസ്തീർണം കുരു. അല്ലയോ ചണ്ഡമുണ്ടനെ നശിപ്പിച്ച ദേവി, വിളിച്ചു മറ്റേ ചണ്ഡികാദേവി ചാമുണ്ഡ്യു ദേവിയോട് പറയണം. ചണ്ഡമുണ്ടന്മാരെ വധിച്ച ചാമുണ്ഡി ദേവി, നീ ഹേ കാളി വായ പിളർന്നാലും എന്ന് പറഞ്ഞു. വിസ്തീർണം കുരു, വദനം ചെന്തവിടെ വായയാണ്. വദനം വിസ്തീർണം കുരു, നിൻ്റെ വായ വലുതായിട്ട് തുറക്കാൻ പറഞ്ഞു. ആരോടെ? ചാമുണ്ഡ്യു ദേവിയോടെ. ആരാ പറഞ്ഞ? ചണ്ഡികാദേവി ചണ്ഡമുണ്ടന്മാരെ വധിച്ച കാളിയോട് അല്ലെങ്കിൽ ചാമുണ്ഡി ദേവിയോട് പറഞ്ഞു, നീ വായ വിസ്താരമായിട്ട് തുറക്കാൻ പറഞ്ഞു. താൻ വിഷണ്ണാൻ സുരാൻ ദൃഷ്ട്വാ ചണ്ഡികോപേത്യ സത്വരം ഉവാച കാളീം ചാമുണ്ടേ വിസ്തീർണം വദനം കുരു. ചണ്ഡിക ചാമുണ്ടിയോട് പറഞ്ഞു എന്നാണ് കേട്ടോ. ഇതൊക്കെ അത്ര ഒന്നും പറയാനില്ലല്ലോ. മച്ഛസ്ത്രപാത സംഭൂതാൻ രക്തബീജാൻ മഹാസുരാത് രക്തബിന്ദൂൻ പ്രതീച്ഛത്വം വാക്ത്രേണാനേന വേഗിന. അപ്പോൾ ചണ്ഡികാദേവി സൂത്രം പറഞ്ഞു. എന്താ പറഞ്ഞറിയോ? വായ തുറക്കാൻ പറഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞു, മഹാസുരാത്ത് രക്തബീജാത്
ഈ മഹാ അസുരനായ രക്തബീജാത് എന്ന് പറഞ്ഞല്ലോ, രക്തബീജൻ്റെ മച്ഛസ്ത്രപാത സംഭൂതാൻ, എൻ്റെ ശരങ്ങളേറ്റ ഈ രക്തബീജൻ്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന, എൻ്റെ ശസ്ത്രങ്ങളേറ്റിട്ട് രക്തബീജൻ്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന രക്തബിന്ദുവിൻ, ഞാനിപ്പോൾ നിറച്ച് ശസ്ത്രങ്ങളയക്കുമ്പോൾ ഈ രക്തബീജൻ്റെ മേലിൽ നിന്ന് മുറിയായിട്ട് രക്തം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീഴുമല്ലോ, ആ രക്ത മുഴുവൻ എന്തു ചെയ്യണം? അനേന വേഗിന വക്ത്രേണ ത്വം പ്രതീക്ഷ, ഞാൻ എൻ്റെ അസ്ത്രങ്ങളെ ഏറ്റിട്ട് രക്തബീജൻ്റെ ശരീരത്തിൽ നിന്ന് വീഴണ ഈ ചോരത്തുള്ളികളെ വേഗം എന്തു ചെയ്യണം? നിൻ്റെ വായ തുറന്ന് അത് നീ കുട്ടിക്കണം. നിലത്ത് വീഴാൻ സമ്മതിക്കരുത്. ഭൂമിയിൽ വീണാലാണ് വേറെ രക്തബീജന്മാരുണ്ടാവണം ഓരോ തുള്ളിക്കും, അല്ലേ? ഓരോ തുള്ളിക്കും ഓരോ രക്തബീജം ഉണ്ടാവും. അപ്പോൾ ചണ്ഡിക പറഞ്ഞു ചാമുണ്ഡി ദേവിയോടെ, ചാമുണ്ഡി നീ വായ പിളർക്കൂ, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ രക്തബീജൻ്റെ മേലേക്ക് അസ്ത്രം അയക്കുമ്പോൾ തീർച്ചയായിട്ടും ചോര വരും, ഒരു തുള്ളി ചോര പോലും നിലത്ത് വീഴാൻ സമ്മതിക്കാതെ നീ വാഴ പിളർന്ന് അത് കുടിക്കണം എന്നാണ് പറഞ്ഞതിനർത്ഥം. ആ വീണ ഓരോ രക്തകണങ്ങളിൽ നീ വേഗം വായ പിളർന്ന് കുടിച്ചാലും നിലത്ത് വീഴാൻ സമ്മതിക്കാതെ എന്നാണ്. മച്ഛസ്ത്രപാത സംഭൂതാൻ രക്തബീജാൻ മഹാസുരാത് രക്തബിന്ദൂൻ പ്രതീക്ഷത്വം വക്ത്രേണാനേന വേഗിന. പ്രതീക്ഷ പറഞ്ഞ നീ ഉൾക്കൊണ്ടാലും അല്ലെങ്കിൽ വായ തുറന്ന് വായക്കകത്താക്കിയാലും എന്ന് പറയണം. ഇനി ഭക്ഷയത്വം ച സംഗ്രാമേ തതുത്പന്നാൻ മഹാസുരാൻ ഏവം, അത് ആറ് വരി ഒന്നിച്ചാണ് കേട്ടോ. ഭക്ഷയത്വം ച സംഗ്രാമേ തതുത്പന്നാൻ മഹാസുരാൻ ഏവമേഷ ക്ഷയം ദൈത്യ ക്ഷീണരക്തോ ഗമിഷ്യതി ഭക്ഷ്യമാണാസ്ത്വയാ ചോഗ്ര ന ചോത്പസ്യന്തി ചാപരേ. അങ്ങനെ ഈ മറ്റേൻ്റെ രണ്ടും ഇങ്ങുള്ള ശ്ലോകം 4 പുതിയ ശ്ലോകം ആയാലേ അത് അർത്ഥം ശരിയുള്ളൂ. സംഗ്രാമേ മീൻസ് സംഗ്രാമം വെച്ചാൽ യുദ്ധത്തിൽ തതുത്പന്നാൻ മഹാസുരാൻ ത്വം ഭക്ഷചാച്ച. അഥവാ 1-2 രക്തത്തിൻ്റെ എന്താണ് കണങ്ങൾ ഭൂമിയിൽ വീണാൽ അപ്പോൾ വേറെ രക്താബീജം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനെയും തിന്നാൻ പറഞ്ഞു. മോസ്റ്റ് ഓഫ് ദ ബ്ലഡ് നിലത്ത് വീഴാൻ സമ്മതിക്കാതെ നീ വായോണ്ട് അങ്ങോട്ട് കുടിക്കണം. പക്ഷേ കുറച്ചെങ്ങാനും വീണിട്ട് കുറച്ച് രക്തബീജന്മാരുണ്ടായാൽ അവരൊക്കെ വിഴുങ്ങിക്കോളാൻ പറഞ്ഞു. അതാണ് സംഗ്രാമേ തതുത്പന്നാൻ മഹാസുരാൻ ത്വം ഭക്ഷയാച്ച. ഇങ്ങനെ യുദ്ധത്തിൽ അവൻ്റെ ചോരയെന്ന് പിറക്കണ അഥവാ നിലത്ത് വീണിട്ട് ഉണ്ടാവണ അസുരന്മാരൊക്കെ നീ പിടിച്ച് തിന്നേം വേണം. ഈ ചോര കുടിക്കുക മാത്രമല്ല, അഥവാ ചോര നിലത്ത് വീണിട്ട് വല്ല രക്തബീജന്മാരുണ്ടായോ അതിനെയൊക്കെ തിന്നും വേണം. ഏവം ഏഷഃ ദൈത്യഃ. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അല്ലേ, ഏവം ഏഷഃ ഇങ്ങനെ കഴിഞ്ഞാൽ ദൈത്യഃ ഈ അസുരൻ്റെ ക്ഷീണരക്തഃ. കുറേ കഴിയുമ്പോൾ രക്തം പിന്നെ ഇല്ലാണ്ടാവും. ഇപ്പോഴുള്ളവരൊക്കെ ചണ്ഡികാദേവിനെ കൊല്ലും. ഇനി വരാൻ പോണതാണ് പറയണത്. അങ്ങനെ ചോര മുഴുവൻ ഇവള് കുടിക്കും. അഥവാ 1-2 നിലത്ത് വീണ രക്തബീജന്മാർ തിന്നും ചെയ്തു വെച്ചാൽ എന്താ പിന്നെ ഗുണം വെച്ചാൽ ഇയാളുടെ രക്തം ഇല്ലാണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ. ക്ഷീണരക്ത, അതായത് രക്തം കുറഞ്ഞു വരുമല്ലോ. ഇങ്ങനെ ഒലിച്ച് പോകുമ്പോൾ ദേഹത്തു നിന്ന് ഇങ്ങനെ വാർന്നു പോവില്ലേ. ഒരു കണക്കുണ്ടല്ലോ ഇത്ര രക്തമുണ്ട് ഒരു ദേഹത്തിലെന്ന്. അത് വാർന്ന് ഇങ്ങനെ പോയാൽ ഹി വിൽ ബ്ലീഡ് ടു ഡെത്ത്. അതാണ് നമ്മൾ കേട്ടിട്ടില്ലേ, ബ്ലഡ് ടു ഡെത്ത് എന്നൊക്കെ പറയുമല്ലോ നമ്മളെ. ഹി വിൽ ബ്ലീഡ് ടു ഡെത്ത്. അതിനാണ് ഇങ്ങനെ ചെയ്താൽ ഈ ദൈത്യൻ്റെ രക്തമൊക്കെ ക്ഷീണരക്ത മീൻസ് കുറഞ്ഞു വരും. ആൻഡ് ക്ഷയം ഗമിഷ്യതി, അത് മുഴുവൻ ഇല്ലാണ്ടേ പോവും. കുറച്ച് കഴിഞ്ഞാൽ ഈ അസുരൻ്റെ ചോരൊക്കെ തീർന്ന് അവനങ്ങട് നശിക്കും, അല്ലെങ്കിൽ കൊല്ലപ്പെടും. ത്വയാ ച ഉഗ്രാഹ ഭക്ഷ്യമാണാഹ
ച അപരേ ച ന ച ഉത്പസ്യന്തി. എന്താ അറിയോ? മാത്രമല്ല ചണ്ഡികാദേവി ദേവി ആ ഉഗ്രന്മാരെ തിന്നുകയും അവൻ്റെ ചോര കുടിക്കുകയും ചെയ്താൽ, അതായത് ഇപ്പം ഉള്ളവരെയും ഇനി അഥവാ ബൈ മിസ്റ്റേക്ക് വീണാൽ ഉണ്ടാവണവരെയൊക്കെ തിന്നുകയും ചെയ്തു, ഉണ്ടാവണ ചോര മുഴുവൻ കുടിക്കുകയും ചെയ്തു ചോട്ടെ. എന്താണ് ഇവരുടെ ത്വയാച ഉഗ്രാഹ ഭക്ഷ്യമാണാഹ ച അപരേച്ചാന്ന ച ഉത്പസ്യന്തി. പിന്നെ ഇവരുടെ ഉപദ്രവം കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാവും. അതായത് പുതുതായിട്ടുള്ള രക്തബീജന്മാർ ജനിക്കാതെയാവും. ഇപ്പം ഉള്ളവരൊക്കെ വായ പിളർന്നിട്ട് പിന്നെ ഇനി മേലിന്നുണ്ടാവണ ചോര, രക്തബീജൻ്റെ മേലിന്ന് വാർന്നു പോണ ചോര മുഴുവൻ കുടിക്കുക. എന്തെങ്കിലും കാരണം കൊണ്ട് 1 or 2 ചോരത്തുള്ളി വീണാൽ അപ്പം ഉണ്ടാവണ രക്തബീജന്മാരെയും ഉടനെ തന്നെ വിഴുങ്ങുക. അങ്ങനെ ആയാൽ കുറച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ മേലത്തെ ചോര വാർന്ന് ഇല്ലാണ്ടായി അവൻ മരിക്കും. അതോടെ പിന്നെ പുതിയ രക്തബീജന്മാർ ഇല്ലാതെ ആവുകയും ചെയ്യും എന്ന് ചണ്ഡികാദേവി ചാമുണ്ഡി ദേവിയോട് പറഞ്ഞു. അതാണ് അതാണ് സൂത്രം പറഞ്ഞത്. മനസ്സിലായില്ലേ? വായ പടർന്നിട്ട് ഞാൻ അസ്ത്രങ്ങളയക്കാം, അപ്പം ചോര എങ്ങനെ വന്നുകൊണ്ടിരിക്കും, അത് മുഴുവൻ കുടിച്ചോളൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ചോരയില്ലേ, പിന്നെ ഇപ്പം ഉള്ളവരൊക്കെ തിന്നും ചെയ്യാം. അപ്പം പിന്നെ വേറെ ഇനി അധികം രക്തബീജന്മാരുണ്ടാവില്ല. അങ്ങനെ അത് അവസാനിപ്പിക്കാം എന്ന് പറയാണ്. ഭക്ഷയത്വം ച സംഗ്രാമേ തതുത്പന്നാൻ മഹാസുരാൻ ഏവമേഷ ക്ഷയം ദൈത്യ ക്ഷീണരക്തോ ഗമിഷ്യതി ഭക്ഷ്യമാണസ്ത്വയാ ചോഗ്രാ നോത്പസ്യന്തി ചാപരേ. ഇനി 59 അതും കൂടി ചെയ്യാം. എന്തായാലും 60, 59 കൂടി ചെയ്യാം. ഇത്യുക്ത്വാ താം തതോ ദേവീ ശൂലേനാഭിജഘാനഃ മുഖേന കാളീ ജഗൃഹേ ശോണിതം തച്ഛരീരജം. ദേവി താം ഇതി ഉക്ത്വാ, ഇങ്ങനെ ചണ്ഡികാ ഭഗവതി ചാമുണ്ഡി ദേവിയോട് പറഞ്ഞതിന് ശേഷം തതഃ ശൂലേന തം അഭിജഘാനാഃ. അത് കഴിഞ്ഞതിന് ശേഷം ദേവി ശൂലം കൊണ്ട് രക്തബീജനെ ഭയങ്കരമായിട്ട് കുത്തി. കാളി തച്ഛരീരജം ശോണിതം മുഖേന ജഗൃഹേ. അപ്പം ചാമുണ്ഡി ദേവി അല്ലെങ്കിൽ കാളി ശൂലം കൊണ്ട് പിളർന്ന ഈ രക്തബീജൻ്റെ മാറിൽ നിന്നും, അല്ലെങ്കിൽ എവിടുന്നൊക്കെ വെച്ചാൽ ഒഴുകുന്ന ചോര തൻ്റെ വായിൽ മുഴുവനെ ആക്കി കുടിച്ചു. ഇത് പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷം ചണ്ഡികാദേവി ശൂലം കൊണ്ട് കൊല്ലാനായിട്ട് തന്നെ രക്തബീജനെ കുത്തി. അപ്പം എത്ര ചോര രക്തബീജൻ്റെ മേലിൽ നിന്നും പിന്നെ ഒഴുകിയോ അത് മുഴുവൻ ഈ ചാമുണ്ഡി ദേവി ചണ്ഡികാദേവി പറഞ്ഞ പ്രകാരം, അല്ലെങ്കിൽ കാളി ചണ്ഡികാദേവിയുടെ നിർദ്ദേശപ്രകാരം അത് മുഴുവൻ കുടിക്കുകയും ചെയ്തു. അതാണ്. ഇനി നമുക്ക് 60 കൂടി ചെയ്യാം. ഇത്യുക്ത്വാ താം തതോ ദേവീ ശൂലേനാഭിജഘാനഃ മുഖേന കാളീ ജഗൃഹേ ശോണിതം തച്ഛരീരജം. ഇനി തഥാ സാ വാ ജഘാനാഥ ഗദയാ തത്ര ചണ്ഡികം ന ചാസ്യ വേദനം ചക്രേ ഗദാപാതോൽപ്പികാമപി. തഥാ അസാന്നാണല്ലോ. തഥാ സാ വാ ജഘാനഥ, അതായത് തതഹ അസൗ അതുകൊണ്ട് പിന്നെ അസൗ തത്ര ഗദയ ചണ്ഡികാം അഥ ആജഘാന. അസൗ ഇവിടെ ഈ രക്തബീജൻ, തതഹ അസൗ അവൻ മീൻസ് അപ്പോൾ അവൻ അവിടെ രക്തബീജൻ ഗതോണ്ട് ചണ്ഡികാം അഥ ആജഘാന, ചണ്ഡികയെ അടിച്ചു ഉറക്കെ. രക്തബീജന് നല്ല ശക്തിയും ധൈര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ശൂലം കൊണ്ട് കുത്തിയപ്പോൾ അപ്പം ചത്തിട്ടില്ല. അപ്പം രക്തബീജൻ തൻ്റെ കയ്യിലുള്ള ഗതോണ്ട് ചണ്ഡികാദേവി അങ്ങോട്ട് അടിച്ചു. ഗതാപാത അസ്യാഹ അൽപ്പികാം അപീച്ച വേദനാം ന ചക്രേ. എന്നാൽ ദേവിക്ക് ഈ ഗത കൊണ്ടുള്ള അടി ദേവിക്ക് എന്താ
വേദനാം ന ചക്രേ അൽപ്പികാമപി, ഒരു ചെറിയ വേദന പോലും ദേവിയുടെ മേലുണ്ടാക്കിയില്ല. അത്ഭുതമല്ലല്ലോ. ഈ ശൂലം കൊണ്ട ചണ്ഡികാദേവി രക്തബീജനെ കുത്തിയപ്പോൾ രക്തബീജന് ദേഷ്യം വന്നിട്ട് കയ്യിലുള്ള ഗത കൊണ്ട് ദേവിയെ ഭയങ്കരമായിട്ട് താടിച്ചു. പക്ഷേ ദേവിക്ക് ആ വേദന ഒരല്പം പോലും അനുഭവപ്പെട്ടില്ല എന്ന് പറഞ്ഞു നിർത്താം. തതോ സാ വാചഖാനാഥ ഗതയാ തത്ര ചണ്ഡികം ന ചാസ്യാം. അതെ തതോ സാ വാചഖാനാഥ, അതായത് അഥ എന്നൊക്കെ ഒന്നിച്ച് വരുമ്പോഴാണോ ഞാൻ കേട്ടോ. ഗതയാ തത്ര ചണ്ഡികം ന ചാസ്യ വേദനം ചക്രേ ഗതാപാതോൽപ്പികാമപി, അല്പം പോലും വേദന ഉണ്ടായില്ല ദേവിക്ക് എന്ന് പറഞ്ഞു നിർത്താം. ഇത് യുദ്ധം തന്നെ ആകുമ്പോൾ നമുക്കൊരു രസക്കുറവ് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും എല്ലാം ദേവിയുടെ ആണല്ലോ. എല്ലാം നല്ലതും ചീത്തയും ഈ ലോകത്തിൽ കാണുന്ന, അങ്ങനെ വിചാരിക്കേ വയ്ക്കൂ. കാരണം ഈ ലോകത്തിൽ കാണുന്ന നല്ലതും ചീത്തയും പിന്നെ എന്താ പറയുക, നന്മയും തിന്മയും ദുഷ്ടന്മാരും ശിഷ്ടന്മാരും എല്ലാം ഒന്ന് നോക്കിയാൽ എല്ലാം ഭഗവത് സൃഷ്ടിയാണ് അല്ലേ. അല്ലെങ്കിൽ ഇതൊക്കെ ആ ബ്രഹ്മത്തിൽ പൊന്തി മറയുന്ന ദൃശ്യങ്ങളാണ്. ശരിക്കില്ല. ആ ബ്രഹ്മത്തിൽ പൊന്തി മറയുന്ന ദൃശ്യങ്ങൾ നമുക്കുണ്ടെന്ന് തോന്നണതാണെന്ന് സമാധാനിക്കാം. അങ്ങനെ വെച്ച് നമുക്ക് ഇന്നിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായേ നമ. ഗുരുവായൂരപ്പ ശരണം.